ഹായ് ഫ്രണ്ട്സ്, ആദ്യം ഈ വീഡിയോ കാണുക, അതിനുശേഷം കാര്യങ്ങൾ വിശദമായി പറയാം. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഇപ്രാവശ്യം നടന്ന ഒരു അത്ഭുത പ്രതിഭാസത്തെ പറ്റി പറയാനാണ് ഇന്ന് GPS മീഡിയ ശ്രമിക്കുന്നത്. ഇക്കൊല്ലം കൊടുങ്ങല്ലൂർ ഭരണവേലയ്ക്ക് നന്നേ ചെറിയ കുട്ടികൾ മുതൽ വളരെ വലിയ കോമരങ്ങൾ വരെ വന്നിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഒരു വിദേശ വനിത കൊടുങ്ങല്ലൂരിലെ ചടങ്ങുകൾ തൻ്റെ മൊബൈൽ ക്യാമറയിൽ പകർത്താനായി വന്നിരുന്നു. അവർ വളരെ ശ്രദ്ധയോടുകൂടി കോഴിക്കൽ മൂടൽ എന്ന ചടങ്ങ് തൻ്റെ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദൃശ്യമായ ഒരു ഊർജം അവരുടെ ശരീരത്ത് കയറുകയും അവർ വിറയ്ക്കുകയും ഉറഞ്ഞു തുള്ളുകയും കോഴിക്കൽ മൂടലിന് മല പോലെ ഇട്ട പട്ടുകൾ മൂടിയതിൻ്റെ മേലേക്ക് മറിഞ്ഞു വീഴുകയും നമ്മുടെ കോമരങ്ങൾ തുള്ളുന്നത് പോലെ അതിലും ശക്തമായി അതിലും താളനിബദ്ധമായി അവർ ഉറഞ്ഞു തുടങ്ങി. ആ സമയത്ത് അന്തരീക്ഷത്തിൽ ചെണ്ട കൊട്ടുന്നതിൻ്റെയും തന്നാരപ്പാട്ടുകളുടെയും അകമ്പടികൾ ഉണ്ടായിരുന്നു. നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്മയുടെയും കൊടുങ്ങല്ലൂർ കാവിന്റെയും എല്ലാ ഐതിഹ്യങ്ങളും അറിയാവുന്ന നമ്മുടെ കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇത്തരം ചടങ്ങുകൾ ഒന്നും അറിയാത്ത ഈ സുന്ദരിയായ വിദേശ വനിത എങ്ങനെ ഉറഞ്ഞു തുള്ളി എന്നത് ഒരു മഹാത്ഭുതം തന്നെയാണ്. ഇതിൽ നിന്ന് നമുക്കൊന്നും മനസ്സിലാക്കാം. നേരത്തെ കേട്ടിരിക്കുന്നത് സംഗീതത്തിന് ഭാഷയില്ല എന്നാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ കണ്ടറിഞ്ഞു, കേട്ടറിഞ്ഞു, ഭക്തിക്കും ഭാഷയില്ലാതായിരിക്കുന്നു. ഇനിയൊരു പക്ഷേ ഭസ്മത്തിന്റെയും കുങ്കുമത്തിന്റെയും എരിയുന്ന അഗർബത്തിയുടെയും സമ്മിശ്രമായ സുഗന്ധങ്ങൾ, പിന്നെ തന്നാരപ്പാട്ടിന്റെ താളവും, ഒരു കടൽ പോലെ കാണുന്ന ചുവന്ന പട്ടിന്റെ അന്തരീക്ഷവും, കണ്ണിന് മുൻപിലുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന ആ ലോകം എല്ലാം കൂടി ആ വിദേശ വനിതയുടെ ജീവിത താളം തെറ്റിച്ചതായിരിക്കുമോ? പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കണ്ടു നിന്നവർക്കെല്ലാം അറിയാം, ആ സ്ത്രീ നല്ല ഭക്തിയോടെ തന്നെയാണ് ഉറഞ്ഞു തുള്ളിയിരുന്നത്. അതൊരിക്കലും ഒരു മനഃപൂർവ്വമായ പ്രവൃത്തി ആയിരുന്നില്ല. പണ്ട് കൊടുങ്ങല്ലൂർ കാവിൽ നിന്നും ദേവിയുടെ ചൈതന്യം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കാവുകളിലേക്ക് കൊണ്ടുപോയിരുന്നു. ഓരോ ഗ്രാമങ്ങളിലും അങ്ങനെ എത്തിച്ചേർന്ന ചൈതന്യം പൂജിച്ച് ചൈതന്യം വർദ്ധിപ്പിച്ച് ആ ഗ്രാമങ്ങളിൽ ഐശ്വര്യം നിറഞ്ഞിരുന്നു. പിന്നീട് ഭരണവേലയ്ക്ക് തിരിച്ച് അവിടുത്തെ കോമരങ്ങൾ കൊടുങ്ങല്ലൂർ കാവിൽ എത്തുമ്പോൾ വീണ്ടും കൊടുങ്ങല്ലൂർ കാവിൽ ചൈതന്യം വർദ്ധിക്കുകയും അത് അദൃശ്യമായ ഒരു ഊർജമായി അവിടെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് GPS മീഡിയയുടെ എളിയ അഭിപ്രായം. ഇത് ഉൾക്കൊള്ളുന്ന ഏതൊരാളിന്റെയും ശരീരത്തെ സാക്ഷാൽ കൊടുങ്ങല്ലൂരമ്മ പതിയെ പ്രവേശിക്കുകയും കാളിയായി മാറി ഉറഞ്ഞു തുള്ളുകയും ചെയ്യുന്നു. ഇത് തന്നെ ആവാം സത്യവും. ഇത് തന്നെയാണ് ആ വിദേശ വനിതയ്ക്ക് സംഭവിച്ചത്. ഈ പറഞ്ഞത് മനസ്സിലാക്കണമെങ്കിൽ ഭക്തിയുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. നിരീശ്വരവാദികൾക്ക് ഈ ഉറഞ്ഞു തുള്ളൽ ഒരുതരം ഭ്രാന്തും ജൽപ്പനവും മാനസികരവുമായി തോന്നാം. അത് അവരുടെ തെറ്റൊന്നുമല്ല. എന്തിനും ഏതിനും ആദ്യം വേണ്ടുന്നത് അടിസ്ഥാന ഗുണം വിശ്വാസമാണ്. കോഴിക്കൽ മൂടൽ ചടങ്ങിനിടെയാണ് ആ വിദേശ വനിത ഉറഞ്ഞു തുള്ളിയത്. നമുക്ക് ആദ്യം കോഴിക്കൽ മൂടൽ എന്താണെന്ന് നോക്കാം. കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞതും പവിത്രവുമായ ഒരു ചടങ്ങാണ് കോഴിക്കൽ മൂടൽ. ദാരികനെ കൊല്ലാൻ അവതരിച്ച ദേവിയുടെ രൂപത്തിന്റെ കലി ശമിപ്പിക്കുവാനും കാവുകളെ യുദ്ധസജ്ജമാക്കുവാനും വേണ്ടി നടത്തുന്ന പ്രതീകാത്മകമായ ഒരു ആചാരമാണ് കോഴിക്കൽ മൂടൽ. ക്ഷേത്രത്തിനുള്ളിൽ കോഴിക്കൽ എന്ന വിശുദ്ധമായ ഒരു കല്ലുണ്ട്. അതിൽ പ്രത്യേക പൂജകൾ നടത്തിയ ശേഷം ഒരു മണൽത്തിട്ട ഉണ്ടാക്കി അതിന്റെ മേലെ ചുവന്ന പട്ട് വിരിച്ച് മൂടുന്നതാണ് ഈ ചടങ്ങിന്റെ പ്രത്യേകത. ഈ സമയത്താണ് ദേവിയുടെ കോപം മറ്റുള്ളവരുടെ ശരീരത്തെ പ്രവേശിക്കുന്നതും ഉറഞ്ഞു തുള്ളി പതിയെ ആ കലി ശമിക്കുന്നതും 1000-ലധികം കോമരങ്ങളിലൂടെ ദേവിയുടെ സാന്നിധ്യം നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. കൊടുങ്ങല്ലൂർ കാവെന്ന ആ മഹാവിസ്മയത്തിന് മുന്നിൽ, ആ മഹാ അത്ഭുതത്തിന് മുൻപിൽ GPS മീഡിയ തൊഴുകയുമായി നിൽക്കുകയാണ്.